Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis for the minicab driver who looked as if he needed feeding by Imtiaz Thakur, FIUGB ACE English Advanced English Language Skill for Commerce and Management, second semester, Calicut University. Imtiaz Thakur is a British poet, artist, and filmmaker known for her powerful poetry on themes of identity, cultural conflict, and experiences of marginalized people. ഇംതിയാസ് താക്കർ ഒരു ബ്രിട്ടീഷ് പോയറ്റാണ്, ആർട്ടിസ്റ്റാണ്, ഫിലിം മേക്കറാണ്. അവർ കൂടുതൽ അറിയപ്പെടുന്നത് പവർഫുൾ പോയട്രിയിലാണ്, അവരുടെ പവർഫുള്ളായിട്ടുള്ള അവരുടെ കവിതയിലാണ്. അതിൽ തീംസായിട്ട് വരുന്നത് ഐഡൻറ്റിറ്റി, അതുപോലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, മാർജിനലൈസ്ഡ് പീപ്പിളിൻ്റെ, അതായത് സമൂഹത്തിൽ താഴേക്കിടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹം മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഇംതിയാസ് താക്കറിൻ്റെ പവർഫുൾ പോയട്രിയിൽ തീംസായിട്ട് വരുന്നത്. Summary of for the minicab driver who looked as if he needed feeding. The title suggests that the driver who appears undernourished or in need of care emotionally and financially. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹു ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡഡ് ഫീഡിങ്, അതായത് ഒരു മിനി ക്യാബ് ഡ്രൈവർ, ഒരു ടാക്സി ഡ്രൈവർ, അയാളെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഫീഡിങ് ആവശ്യമാണ്, അയാൾക്ക് കെയർ ആവശ്യമാണ്, അയാൾ അണ്ടർ നറിഷ്ഡ് ആണ്, അയാൾക്ക് മതിയായ തരത്തിലുള്ള പോഷകം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത് അണ്ടർ നറിഷ്ഡ്, അതായത് മതിയായ തരത്തിലുള്ള പോഷകാഹാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാൾ പോവർട്ടിയിലാണ്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി അയാൾക്ക് ഒരു കെയർ ആവശ്യമാണ് എന്നുള്ളതുകൂടെ ഈ ഒരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ പോം ഹൈലൈറ്റ്സ് തീംസ് ഓഫ് പോവർട്ടി, ഹ്യൂമൻ സ്ട്രഗിൾസ് ആൻഡ് സൈലൻറ്റ് സാക്രിഫൈസസ് മെയ്ഡ് ബൈ പീപ്പിൾ വർക്കിംഗ് ലോ പേയിങ് ജോബ്സ്. അതുപോലെ ഈ ഒരു പോം ഹൈലൈറ്റ് ചെയ്യുന്ന തീംസ് പോവർട്ടി, പട്ടിണി, അതുപോലെ ഹ്യൂമൻ സ്ട്രഗിൾസ്, ആളുകളുടെ സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകൾ, അതുപോലെ സൈലൻറ്റ് സാക്രിഫൈസസ്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഗൃഹനാഥൻ ആ കുടുംബത്തിൻ്റെ ഭാരം വളരെ സൈലൻ്റായിട്ട് പേറി നടക്കുന്ന ആളാണ്, സ്വയം ത്യാഗം ചെയ്യുന്ന ആളാണ് കുടുംബത്തിന് വേണ്ടിയിട്ട്. അതായത് ഈ ലോ പേയിങ് ജോബ്സ്, ചെറിയ വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് വർക്കിംഗ് പീപ്പിൾ അവർ സ്വയം സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ദ സ്പീക്കർ ഒബ്സർവ് ദ ഡ്രൈവർ ക്ലോസ്ലി ആൻഡ് ഫീൽസ് എ ഡീപ് സെൻസ് ഓഫ് എംപതി ഫോർ ഹിം. അപ്പോൾ ഇതിൽ സ്പീക്കർ ആ ഒരു മിനി ക്യാബ് ഡ്രൈവറെ ക്ലോസ്ലി എക്സാമിൻ ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സെൻസ് ഓഫ് എമ്പതി അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതായത് അയാൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, അയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വളരെ മെലിഞ്ഞ് ശോഷിച്ച രീതിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അയാൾ അണ്ടർ നറിഷ്ഡാണ്, അയാൾക്ക് പോഷകാഹാരത്തിൻ്റെ ആവശ്യകത ഉണ്ട്, അയാൾ ഫിനാൻഷ്യലി ഡൗൺ ആണ്, അയാൾ ഇമോഷണലി ഡൗൺ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദ ഡ്രൈവർ അപ്പിയേഴ്സ് തിൻ ആൻഡ് എക്സോസ്റ്റഡ് ആസ് ഇഫ് ഹി ഹാസ് നോട്ട് ഈറ്റൺ പ്രോപ്പർലി ഇൻ എ ലോങ് ടൈം. ഡ്രൈവറെ കണ്ടാൽ തന്നെ വളരെ തിന്നാണ്, മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ എക്സോസ്റ്റഡ് ആണ്, ക്ഷീണിതനാണ്, ഒരുപാട് കാലമായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ് സജസ്റ്റ് എ ഹാർഡ് ലൈഫ്, പോസിബിളി ഫുൾ ഓഫ് സ്ട്രഗിൾ ആൻഡ് സാക്രിഫൈസ്. അയാളുടെ ആ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടാൽ തന്നെ, അയാളുടെ ആ ഒരു ശരീരഘടന കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അയാൾ ലീഡ് ചെയ്യുന്ന ഒരു ഹാർഡ് ലൈഫാണ്, ഒരു കഠിനമായിട്ടുള്ള ഒരു ജീവിതമാണ്, ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരു പോവർട്ടി, പട്ടിണിയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതമാണ് അയാൾ നയിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സാക്രിഫൈസ് ചെയ്യുന്ന, ത്യാഗം ചെയ്യുന്ന, തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ഒരാൾ കൂടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആസ് എ സ്പീക്കർ സിറ്റ്സ് ഇൻ ദ ക്യാബ്, ദേ റിഫ്ലക്റ്റ് ഓൺ ദ ഡ്രൈവർ സിറ്റുവേഷൻ, ഇമാജിനിങ് ദ ഡിഫിക്കൽട്ടീസ് ഹി മൈറ്റ് ബി ഫേസിങ്. സ്പീക്കർ ആ ഒരു ക്യാബിൽ ഇരിക്കുന്ന സമയത്ത് ഡ്രൈവറുടെ ആ ഒരു സിറ്റുവേഷൻ റിഫ്ലക്റ്റ് ചെയ്യാണ്, അത് ഇമാജിൻ ചെയ്യാണ്, അയാളെ അനുഭവിക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരിക്കും. ദ പോം സജസ്റ്റ് ദാറ്റ് ഹി മൈറ്റ് ബി അൻ ഇമിഗ്രൻറ്റ് ഓർ someone working tirelessly to support his family.
അതുപോലെ ഈ ഒരു പോം സജസ്റ്റ് ചെയ്യുകയാണ്, അയാൾ മേ ബി ഒരു ഇമിഗ്രൻ്റ് ആവാം, ഒരു കുടിയേറിപ്പാർത്ത ആളാകാം, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്ഷീണിതനായിട്ട് ഒരു റെസ്റ്റും ഇല്ലാതെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ഒരു കുടുംബനാഥനായിരിക്കാം. ഹിസ് ജോബ് റിക്വയർസ് ലോങ് അവേഴ്സ് ബട്ട് ഡിസ്പൈറ്റ് ഹിസ് എഫേർട്ട് ഹി സ്റ്റിൽ സീംസ് അണ്ടർ നറിഷ്ഡ് ആൻഡ് വോൺ ഔട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരുപാട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ജോലിയാണ്. അയാൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ജോലിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും അയാൾ എപ്പോഴും കാണപ്പെടുന്നത് അണ്ടർ നറിഷ്ഡ് ആയിട്ടാണ്. അതായത് പോഷകാഹാരം കിട്ടാത്ത രീതിയിലാണ് അയാൾ കാണപ്പെടുന്നത്.